ചങ്ങായിമാരെ നമ്മുടെ ഷിയാസ് കരീം സുഹൃത്തായ അനുമോളോട് നീ ബീഫ് കഴിച്ചില്ലെങ്കിൽ നീ BJP ആകുമെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആ വിവാദത്തിൽ ഒന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ കരുതിയതാണ്. അതിന്റെ കാരണം ഷിയാസ് കരീം പറഞ്ഞതിൽ വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അത് രണ്ട് സുഹൃത്തുക്കളുണ്ടല്ലോ, രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞ ഒരു കോമഡി ആയിട്ട് എനിക്കത് തോന്നിയിട്ടുള്ളൂ. അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം ഉണ്ടല്ലോ, ഞാനും എന്റെ മുസ്ലിം ഫ്രണ്ട്സ് എല്ലാം ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, എടാ പന്നി ഇറച്ചിട്ട് നല്ല കുരുമുളക് ഇട്ട് വറ്റിച്ച പന്നി ഇറച്ചി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണെന്ന് ഞാൻ അവരോട് പറയാറൊക്കെ ഉണ്ട്. അതൊക്കെ അവരായാലും ശരി ഞാനായാലും ശരി കോമഡി ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഈ സംഭവം ഇത്രമാത്രം വിവാദമായതിന്റെ കാരണം എന്താ അറിയാം, അത് പറഞ്ഞത് ഷിയാസ് കരീമാണ്. ഷിയാസ് കരീം സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ല സംഖ്യ കിട്ട് നല്ല കൊടുക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് സംഘപരിവാർ ഈ സംഭവം ഏറ്റെടുത്തിട്ട് ഷിയാസ് കരീമിനെ 2 ദിവസമായിട്ട് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വീഡിയോ ഉണ്ടല്ലോ എന്റെ കണ്ണിൽപ്പെട്ടത്. അതായത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു വനിതയ്ക്ക് അനുമതി കൊടുത്തുള്ളൂ, ഒരു ജേർണലിസ്റ്റിനെ അനുമതി കൊടുത്തുള്ളൂ. അതേതാ ജേർണലിസ്റ്റ് എന്നറിയാം, നമ്മളെ ശീതള ശ്യാമള ചേച്ചിയുടെ തള്ളൊക്കെ കേൾക്കുമ്പോ അങ്ങനെയാണ് നമുക്കൊക്കെ എപ്പോഴും തോന്നാറുള്ളത്. അതായത് ചേച്ചി മാത്രമേ ജേർണലിസം പഠിച്ചിട്ടുള്ളൂ, ചേച്ചിക്ക് മാത്രമേ യൂട്യൂബിൽ കേരളത്തിൽ വീഡിയോ ഇടാൻ അറിയൂ എന്നൊക്കെയാണ് ചേച്ചിയുടെ തള്ളൊക്കെ കേൾക്കുമ്പോ എനിക്കൊക്കെ തോന്നാറുള്ളത്. എന്തായാലും നമ്മൾ ശീതള ശ്യാമള ചേച്ചി ഉണ്ടല്ലോ കുരുപൊട്ടിക്കൊണ്ട് ഷിയാസ് കരീമിനെതിരെ ആഞ്ഞടിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഷിയാസ് കരീം എന്ന സീരിയൽ നടനും അനു ബിഗ് ബോസ് താരവും സീരിയൽ നടിയുമൊക്കെ ആയ അനുവും തമ്മിലുള്ള ഒരു സംഭാഷണം, ഒരു രംഗം, ഇവർ ഉൾപ്പെടുന്ന ഒരു രംഗം. അതായത് ഏതോ ഒരു വിവാഹ ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവർ ആഹാരം കഴിക്കാൻ പോവുകയാണ്. ആ പരിസരത്ത് നമുക്കറിയാം ഈ നടന്മാരും നടിമാരും ഒക്കെ പോകുന്നതിന്റെ പിറകെ മൊബൈൽ ക്യാമറകളും ഓണാക്കി ഒരുപാട് ഓൺലൈൻ ചാനലുകാരും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ക്യാമറയുമായിട്ട് നിൽക്കെ തന്നെ ഈ ഷിയാസ് കരീം എന്ന വ്യക്തി എന്ന നടൻ ഈ അനുവിനോട് ചോദിക്കുകയാണ്, നീ ബീഫ് കഴിക്കില്ലേ, നീ ബീഫ് കഴിക്കുന്നില്ലേ, നീ ബീഫ് കഴിക്കുന്നില്ലേ. അതായത് അവിടെ ഓൾറെഡി കല്യാണത്തിന്റെ ഒരു ബഹളവും തിരക്കും പാട്ടും ഒക്കെ ഉണ്ട്. അതിന് മുകളിൽ നിൽക്കണം തന്റെ ശബ്ദം എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് തന്നെ ഉച്ചത്തിൽ ചോദിക്കുകയാണ്. അതായത് ഈ ചോദിക്കുന്ന ചോദ്യം ഈ ക്യാമറകളിലൂടെ, ഈ മൊബൈൽ ക്യാമറകളിലൂടെ മൈക്കിൽ കിട്ടണം, മനുഷ്യർ കേൾക്കണം. ആ രീതിയിൽ ചോദിച്ചു. അതെന്താ നീ ബീഫ് കഴിക്കാത്തത്, നീ ഡയറ്റിംഗിലാണോ അതോ നീ BJP ആണോ എന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കുകയാണ്. ഈ ഒരു രംഗം കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം ഇതൊരു ചർച്ചയാകും, ഇത് കുറച്ച് പ്രശ്നമാകും. അതാകാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഈ ഷിയാസ് കരീം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഇതിന് പിന്നിലെ ഫസ്റ്റ് സൈക്കോളജി എന്ന് പറയുന്നത് ഒരാളെ അങ്ങനെ അധികം ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും കാണിച്ചു കൂട്ടി അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും ചർച്ചയ്ക്ക് വിഷയമാകാനും സാധ്യതയുള്ള ഒരു വിഷയത്തെ പിടിച്ച് അങ്ങനെ ശ്രദ്ധ തേടുക എന്നുള്ള ഒരു സൈക്കോളജിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായത്. ചില സംവിധായകന്മാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ടല്ലോ, പണ്ടൊക്കെ സിനിമകൾ എടുത്തിരുന്നു, ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുന്നവര് സൂപ്പർ താരങ്ങളെ കുറിച്ചും ഓരോ നടിമാരെ കുറിച്ചും ഒക്കെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പരദൂഷണം പറയും. അങ്ങനെ അവർ ശ്രദ്ധിക്കപ്പെടും. ആ ഒരു രീതിയാണ് ഈ ഷിയാസ് കരീം കാണിച്ചത്. ഏതായാലും ഷിയാസ് കരീം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വന്ന മറ്റുള്ള ആളുകളുടെ വീഡിയോകളിൽ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടു. അതൊന്ന് കാണാം. ബീഫില്ലേ, ബീഫ് എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞാനൊരു BJP കാരിയല്ല കേട്ടോ, പക്ഷെ ഈ പറയുന്ന സാധനം എനിക്ക് ഈ വീഡിയോയിലുണ്ടല്ല ശീതള ശ്യാമള ചേച്ചിയുടെ ഈ ഒരു വാക്കില്ലേ, ഈ ഒരു വാക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഞാനൊരു BJP കാരിയല്ല എന്നുള്ള പച്ചക്കള്ളം, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ശീതള ശ്യാമള ചേച്ചിയുടെ മനസ്സിലും തലച്ചോറിലും മൊത്തം ചാണകാണ്. പക്ഷെ ഒരു സംഖ്യയാണെന്ന് പറയുമ്പോൾ നാട്ടുകാർ കളിയാക്കൂലേ, ആ കളിയാക്കൽ പേടിച്ചിട്ട് ഞാൻ ചാണകമല്ലാന്ന് എത്ര സങ്കടത്തോടു കൂടിയാണ് ശീതള ശ്യാമള ചേച്ചി തുറന്നു പറയുന്നത്. അതല്ലെങ്കിൽ 24 മണിക്കൂർ ഞാനൊരു നിഷ്പക്ഷയായ മാധ്യമപ്രവർത്തകയാണെന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ ശീതള ശ്യാമള ചേച്ചിയുടെ ചാനലിൽ പോയിട്ട് ഇവരുണ്ടല്ല BJPക്കെതിരെ ഏതെങ്കിലും ഒരു BJP നേതാവിനെതിരെ ഏതെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു വീഡിയോ പോലും BJPക്കെതിരെ ഇവര് ഒരു വീഡിയോ പോലും ഇതുവരെ ഇട്ടിട്ടില്ല. ഇനി ഇവര് പറഞ്ഞു വരുന്നത് കേരളത്തിലായാലും ശരി ഇന്ത്യയിലായാലും ശരി BJPക്കാർ വിമർശിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു തെറ്റും BJPക്കാർ ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണോ? ഒന്നും വേണ്ട, ഒരാഴ്ച മുന്നെയാണ് നമ്മളെ ശോഭ ചേച്ചിയില്ലേ പാലക്കാട് കാശ് കൊടുത്തിട്ട് വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തത്. അതിനെതിരെ ഒരു വീഡിയോ പോലും നമ്മൾ ശീതള ശ്യാമള ചേച്ചി ചെയ്തിട്ടില്ല. കാരണം ആ സംഭവം ഉണ്ടല്ല ശീതള ശ്യാമള ചേച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അതുപോട്ടെ, സ്ത്രീകൾക്ക് വേണ്ടിയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും ഘോരഘോരം പ്രസംഗിക്കുന്ന ഈ ശീതള ശ്യാമള ചേച്ചിയില്ലേ, നമ്മൾ ഇതേ ശോഭച്ചി, ഇതേ മഞ്ഞൾ ശോഭ ഉണ്ടല്ല, അവരുടെ കൂടിയുണ്ടായിരുന്ന ഒരു BJP വനിതാ നേതാവിനെ വിളിച്ചിട്ട് നിന്റെ കരണക്കുറ്റി ഞാൻ അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് അതിനെതിരെ പോലും നമ്മൾ ശീതള ശ്യാമള ചേച്ചി ഉണ്ടല്ല ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അത്തരം സംഭവങ്ങളൊന്നും നമ്മൾ ശീതള ശ്യാമള ചേച്ചി ഉണ്ടല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്കെല്ലാം ഒരു ഉറപ്പായില്ല ശീതള ശ്യാമള ചേച്ചി സംഖ്യയല്ല എന്നുള്ള സത്യം നിങ്ങളെല്ലാം ഉറപ്പിച്ചല്ലോ. ഇനി നിങ്ങളൊക്കെ വിചാരിക്കും നമ്മൾ ശീതള ശ്യാമള ചേച്ചിക്ക് ഷിയാസ് കരീമിനോട് എന്താണ് ഇത്രയും ദേഷ്യം, ഈ സംഖ്യക്കൊക്കെ എന്താണ് ഷിയാസ് കരീമിനോട് ഇത്ര ദേഷ്യം? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാനുണ്ടല്ല ചെറിയൊരു വീഡിയോ, ഷിയാസ് കരീമിന്റെ ചെറിയൊരു വീഡിയോ വെച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സംഖ്യക്കും നമ്മൾ ശീതള ശ്യാമള ചേച്ചിക്കും ഷിയാസ് കരീമിനോട് എന്തിനാണ് ഇത്ര കുരുപൊട്ടുന്നതെന്ന്. ഇതാ ഷിയാസ്ക്ക് തോന്നുന്നുണ്ട് ഈ പ്രാവശ്യം താമര കേരളത്തിൽ മൊത്തം വിരിയും എന്ന്. കുളത്തിൽ വിരിയും, കേരളത്തിൽ അതുപോലെ
കണ്ടല്ലോ ആ ചാനലുകാരൻ ഷിയാസ് കരീമിനോട് താമര കേരളത്തിൽ വീഡിയോ എന്ന് ചോദിച്ചപ്പോ ഷിയാസ് കരീം പറഞ്ഞ് കുളത്തിൽ താമര വിരിയും അല്ലാണ്ട് കേരളത്തിൽ താമര വിരിയില്ലാന്ന്. പിന്നെ എങ്ങനെയാണ് സംഖ്യക്ക് നമ്മൾ ശീതള ശ്യാമള ചേച്ചിക്കും ഷിയാസ് കരീമിനോട് ഇങ്ങനെ കുരുപൊട്ടാതിരിക്കുക? ഈ ഒരൊറ്റ കാരണം പോരെ സംഖ്യക്ക്, കേരളത്തിലെ സംഖ്യക്ക് ഷിയാസ് കരീമിനോട് ഇത്രമാത്രം പക തോന്നാൻ വേണ്ടിട്ട്? ഈ ഒരു വീഡിയോ മാത്രമൊന്നല്ല, ഷിയാസ് കരീം ഒരുപാട് തവണ സംഖ്യയുടെ കുരുപൊട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശീതള ശ്യാമള ചേച്ചി ഷിയാസ് കരീം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ല, അത് ഉള്ളത് തന്നെയാണ്. കേരളത്തിൽ ബീഫിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് സംഖ്യകൾ തന്നെയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തമുള്ള ബീഫിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നത് അത് സംഖ്യകൾ തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ല, സംഖ്യകൾ തന്നെ ബീഫ് കയറ്റി അയക്കുന്നു, സംഖ്യകൾ തന്നെ ബീഫിന് പൈസ ഉണ്ടാക്കുന്നു, എന്നിട്ട് സംഖ്യകൾ തന്നെ ബീഫിന്റെ പേരിൽ പാവങ്ങളെ ഉണ്ടല്ല, പാവങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ തരം സംഖ്യകളാണ് എന്റെ ശീതള ശ്യാമള ചേച്ചി നിങ്ങളെ കൂടെയുള്ള സംഖ്യകൾ. അതുകൊണ്ട് ഷിയാസ് കരീം പറഞ്ഞ ഓരോ കാര്യമില്ലേ, അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അതൊക്കെ കേട്ടിട്ട് ഉരുപൊട്ടിട്ട് യാതൊരു കാര്യമില്ല ശീതള ശ്യാമള ചേച്ചി. പിന്നെ ശീതള ശ്യാമള ചേച്ചി പറഞ്ഞു ഷിയാസ് കരീം ഫേമസ് ആകാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. എന്റെ ശീതള ശ്യാമള ചേച്ചി, ഈ സമയത്തുണ്ടല്ല, ഈ സമയത്ത് ഷിയാസ് കരീം ഏറെക്കുറെ ഫേമസ് തന്നെയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും ഫേമസ് ആകാൻ വേണ്ടി ഷിയാസ് കരീമിന് എന്തായാലും ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, ഷിയാസ് കരീം ഉണ്ടല്ല, നിലപാട് നല്ല നിലപാടുള്ള ആള് തന്നെയാണ്. അയാളെടുത്ത നിലപാടുണ്ടല്ല, അയാൾ ഇതുവരെ മാറ്റിയിട്ടുമില്ല. അതായത് ശീതള ശ്യാമള ചേച്ചിയുടെ ആരാധനാപാത്രമായ നമ്മൾ മാരാറില്ലേ, അഖിൽമാരാറെ പോലെ 10 മിനിറ്റിനുള്ളിൽ 10 നിലപാട് മാറ്റുന്നില്ലേ, അത്ര നാടത്തരൊന്നും ഷിയാസ് കരീം ഇതുവരെ ചെയ്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. നമ്മളെ ശീതള ശ്യാമള ചേച്ചിക്ക് കുറച്ചുകൂടി കുരുവട്ടം ബാക്കിയിട്ട് ആ കുരുവട്ടൽ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ഷിയാസ് പറയുന്നത് ഒട്ടും മനസ്സിലായില്ല. ഷിയാസ് എന്തിനു വേണ്ടിയാണ് പറയുന്നത് മനസ്സിലായി, പക്ഷേ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയില്ല. BJP-കാരാണ് ഇവിടെ ബീഫ് ഒഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. ബീഫിനെതിരാണ് BJP-കാർ. ഈ ബീഫ് എന്ന് പറയുന്നത് പോത്തിറച്ചിയാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങൾ പോത്തിറച്ചി എന്ന് പറയും. എല്ലാവരും പോത്തിറച്ചി കഴിക്കുന്നവരെ, ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാവരും. BJP-കാരും പോത്തിറച്ചി കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇനി ബീഫ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഷിയാസ് കരീം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഇവിടെ എന്തെങ്കിലും വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ടോ കേരളത്തിൽ ബീഫ് കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്? ഇയാളുടെ ലക്ഷ്യം മനസ്സിലായില്ലേ? ഒരു രാഷ്ട്രീയ കലാപം, അതിലുപരി ഒരു വർഗീയ കലാപം ഒക്കെ ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രതികരണം ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. കുറച്ച് ദിവസം ഇയാൾക്ക് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം, ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കണം, ശ്രദ്ധിക്കപ്പെടണം. പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എന്തിനാ ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കും. ഇവൻ ഏതായാലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്തിനാണ് പബ്ലിസിറ്റി കൊടുക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഇക്കാര്യത്തിൽ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുത്തത്. നല്ല കപ്പലിട്ട് പന്നിയോ ഒലത്തി കഴിച്ചാൽ അടിപൊളിയാണ്. നമ്മൾ പറ്റി കിട്ടാതെ കഴിക്കാൻ പാടില്ലെന്ന് ഖുറാനുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാനത് കഴിച്ചാൽ എന്നെ ഇതിനൊക്കെ എന്താ മറുപടി പറയണ്ടേ? പന്നിയിറച്ചി അടിപൊളിയാ, ഒലത്തി തിന്ന അടിപൊളിയാ, ഒലത്തി തിന്നിട്ടില്ല, ഒലത്തി തിന്നാത്തത് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സൈഡ് നിങ്ങൾ സംസാരിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാര്യത്തെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു. എന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട് പന്നിയിറച്ചി ഹറാമാണ്, അത് ഉപയോഗിക്കരുതെന്ന്. അതുകൊണ്ടാണ് ഞാനത് കഴിക്കാത്തത്. അതുപോലെ ഹിന്ദുക്കളിലും ചിലർ വിശ്വസിക്കുന്നുണ്ടായിരിക്കും. പശു ഇറച്ചിയെ എവിടെങ്കിലും ബീഫ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, പശുവിന്റെ മാംസം ഭക്ഷിച്ചുകൂടാ. അത് മാതാവിന് തുല്യമായിട്ട് കാണപ്പെടുന്ന ഒരു മൃഗമാണ്, ദൈവമായിട്ട് ആരാധിക്കുന്ന ഒരു മൃഗമാണ്. അതുകൊണ്ട് അതിന്റെ മാംസം കഴിക്കില്ല. അപ്പൊ നിങ്ങളുടെ ആവശ്യം എന്താ? BJP-കാർ ഇതൊരു പ്രശ്നമായിട്ട് ഉയർത്തണം. അവരാരും ഇതൊന്നും ഇപ്പൊ കണ്ട ഭാവം നടിക്കുന്നില്ല. അവർക്കാർക്കും ഇതിനല്ലല്ലോ സമയം. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ബീഫ് കഴിക്കാത്തത് നീ BJP ആയതുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ കൊടിയും പിടിച്ചുകൊണ്ട് ഇറങ്ങലല്ലോ അവരുടെ പണി. അവർക്ക് അവരുടേതായിട്ടുള്ള ജോലികൾ കാണും. പക്ഷേ നിങ്ങൾ ഈ ഞാനൊരു BJP-കാരി അല്ലാന്ന് കുറച്ച് നേരത്തെ പറഞ്ഞ നമ്മളെ ശീതള ശ്യാമള ചേച്ചിയാണ് BJP-കാർക്ക് വേണ്ടി BJP-കാർ വാദിക്കുന്നതിനും കാട്ടി ഇങ്ങനെ നിന്ന് വാദിക്കുന്നത്. എന്താണ് ശീതള ശ്യാമള ചേച്ചി നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത്? പിന്നെ ശീതള ശ്യാമള ചേച്ചി വേറൊരു കാര്യം കൂടി പറഞ്ഞ് BJP-കാർ ഈ സംഭവം ഏറ്റെടുത്തിട്ടില്ലാന്ന്. എന്റെ ശ്യാമള ചേച്ചി, നിങ്ങളുണ്ടല്ല വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂട്യൂബിൽ വരുന്നതുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത്. യൂട്യൂബ് തുറന്നാലും ഏത് സോഷ്യൽ മീഡിയ തുറന്നാലും ഉണ്ടല്ല സംഖ്യകൾ മൊത്തമുണ്ടല്ല ഇതിന്റെ പിന്നാലെയാണ്, കുരുപൊട്ടിക്കൊണ്ട് ഷിയാസ് കരീമിന്റെ പിന്നാലെയാണ്. ഈ സംഭവത്തോടുകൂടി ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത് സംഖ്യകളുടെ തന്നെയാണ്, ചേച്ചിയുടെ സംഖ്യകളുടെ തന്നെയാണ്. പിന്നെ ചേച്ചി വേറൊരു കാര്യം കൂടി പറഞ്ഞു, ബീഫിന്റെ പേരിൽ കേരളത്തിൽ യാതൊരു കുഴപ്പമുണ്ടായില്ല, ഷിയാസ് കരീം കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ നോക്കിയെന്ന്. കുറച്ച് ദിവസം മുന്നെയാണ് ശീതള ശ്യാമള ചേച്ചി കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ട് ഒരു വൃത്തികെട്ട ഒരു കൂതറ സിനിമ ഇറങ്ങിയത്. അതിലുണ്ടല്ല കേരളത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടിക്ക് മുസ്ലിങ്ങൾ ബീഫ് നിർബന്ധിച്ച് കഴിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീന് കണ്ടിട്ട് ഉത്തരേന്ത്യയിലെ മന്നബുദ്ധികളുണ്ടല്ല അവരൊക്കെ വിചാരിച്ചത് ഇത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണെന്നാണ്. അതായത് കേരളത്തിൽ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിച്ചുകൊണ്ട് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ മതം മാറ്റുന്നുണ്ടെന്നാണ് സംഘപരിവാർ, ഉത്തരേന്ത്യയിലെ സംഘപരിവാർ ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നിട്ടാണ് ശീതള ശ്യാമള ചേച്ചി ബീഫുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ യാതൊരു പ്രശ്നവും നടന്നിട്ടില്ല എന്ന് പറഞ്ഞത്. ഈ സംഭവം ഉണ്ടല്ല കേരള സ്റ്റോറി 2 പറ്റിയൊന്നും ശീതള ശ്യാമള ചേച്ചി ഇതുവരെ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. കാരണം എന്ത് കണ്ടാലും അപ്പൊ തന്നെ ചൂടോടെ പ്രതികരിക്കുന്ന ശീതള ശ്യാമള ചേച്ചിന്റെ ചാനലിൽ പോയി നോക്കിയിട്ട് ഈ സംഭവം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ശീതള ശ്യാമള ചേച്ചിക്ക് സംഖ്യകൾ കാണിക്കുന്ന ഉടായ്പ് കാണാൻ വേണ്ടിയിട്ട് എവിടെയാണ് സമയമുള്ളത്? അവരെ വിളിപ്പിക്കാൻ മാത്രമല്ലേ ശീതള ശ്യാമള ചേച്ചിനെ കൊണ്ട് പറ്റൂ. പിന്നെ ശീതള ശ്യാമള ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത് വേറൊരു കാര്യം കൂടിയാണ് കേട്ടാ. നമ്മൾ ഷിയാസ് കരീം പറഞ്ഞില്ലേ മൂപ്പർക്ക് പന്നി കഴിച്ചൂടാ, മൂപ്പരുടെ മതത്തിൽ പന്നി കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതാണ് ശീതള ശ്യാമള ചേച്ചിക്ക് വല്ലാതെ കുരുപൊട്ടിയത്. ഈ ചേച്ചിയുടെ മുസ്ലിം വിരുദ്ധതയെ കുറിച്ച് കുറച്ചു കാലം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് അറിയാം ശീതള ശ്യാമള ചേച്ചിക്ക് മുസ്ലിങ്ങളോട് എത്രമാത്രം ദേഷ്യമുണ്ട് എന്ന്. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്നില്ല. ശീതള ശ്യാമള ചേച്ചി എന്തായാലും സംഖ്യക്ക് വേണ്ടി ഇത്രമാത്രം ഘോരഘോരം പ്രസംഗിച്ചതിന് ശേഷവും ഞാനൊരു സംഖ്യയല്ല, ഞാനൊരു BJP-കാരി അല്ല എന്ന് പറയാൻ വേണ്ടി ശീതള ശ്യാമള ചേച്ചി കാണിച്ച
ആ ഒരു ഇതുണ്ടല്ല, ആ ഒരു ഇതിനാ ഞാൻ വല്ലാണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയിട്ടാ. ആ ഒരു ഇതുണ്ടല്ല ചേച്ചി എപ്പം നിലനിർത്തണം. ചേച്ചിയുടെ ജീവിതകാലം മുഴുവൻ ഞാനൊരു BJP കാരിയല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും വേണം. BJP കാര പരമാവധി വെളുപ്പിക്കും വേണം കേട്ടോ. അപ്പൊ എന്തായാലും സംഖ്യയുടെ മൊത്തം കുരുപൊട്ടിച്ച ഷിയാസ് കരീമിനും കുരുപൊട്ടിക്കൊണ്ട് ഷിയാസ് കരീമിന്റെ പിന്നാലെ പോയ എന്റെ ശീതള ശ്യാമള ചേച്ചിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.